മാവാം ദൈവമേ വരണേ. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 21 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ലേവിയെ വിളിക്കുന്നു. യഹൂദ മതത്തിൻ്റെ യഹൂദൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ജോലി എന്ന് പറയുന്നത് ചുങ്കം പിരിക്കുക എന്നുള്ളതാണ്. ലേവി ഈശോയെ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ ഈശോ ലേവിയെ കണ്ടുമുട്ടുന്നത് ഒരു ചുങ്കസ്ഥലത്തിരുന്നു കൊണ്ടാണ്. അവൻ്റെ ആശ്രയം മുഴുവൻ താൻ പിരിച്ചെടുത്ത സമ്പത്തിൽ മാത്രം മതിമറന്നുകൊണ്ട് ചുങ്കസ്ഥലത്തിരിക്കുന്ന ഒരു ലേവി, ആ മനുഷ്യനെ ഈശോ വിളിക്കാതെ ഒരിക്കലും അവന് യേശുവിൻ്റെ ശിഷ്യനാകാനായിട്ട് സാധിക്കില്ലായിരുന്നു. യേശുവിൻ്റെ നോട്ടം അത് മത്തായി ലേവി നേട്ടമാക്കി എടുക്കുകയാണ്. ഇവിടെ വിളിച്ചപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റു. തൻ്റെ ചുങ്കസ്ഥലം വിട്ടുകൊണ്ട് അവൻ എഴുന്നേൽക്കുകയാണ്. വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരുവൻ തൻ്റെ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നുവെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ ധൂർത്തപുത്രൻ എഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി എന്നല്ലേ വായിക്കുന്നത്. അവൻ്റെ പാപ സാഹചര്യത്തിൽ നിന്ന് അവൻ അപ്പൻ്റെ അടുക്കിലേക്ക് പോകുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ധനത്തോടുള്ള മനോഭാവത്തിന് മാറ്റം വന്നു. യേശു വിളിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ ലേവി പോയപ്പോൾ അവന് ധനത്തോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നു. പിന്നീട് അവനൊരു ധനമോഹം ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. എന്നാൽ നമ്മൾ കാണാം, യേശുവിൻ്റെ മറ്റൊരു ശിഷ്യനായിരുന്ന യൂദാസ്കറിയോത്ത, അവന് ധനമോഹമായിരുന്നു. ആ ധനമോഹം അതുതന്നെ അവൻ്റെ മരണത്തിന് കാരണമായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യൂദാസിൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച്. മത്തായി പിന്നീട് ഒരിക്കലും സമ്പത്തിനെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണെന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ നോട്ടം അത് ജീവിതത്തിൻ്റെ ഒരു അവസരമാക്കി എടുക്കുകയാണ് ലേവി. ആ അവസരത്തിൽ അവൻ ഉപേക്ഷിച്ചതിലേക്ക് പിന്നീട് തിരിച്ചു പോകുന്നില്ല. ആ അവസരം ലേവി മുതലാക്കി യേശുവിൻ്റെ ശിഷ്യനായിട്ട് അവൻ മാറുകയാണ്. പാപിയായ ചുങ്കക്കാരനെ ശിഷ്യനാക്കിയ യേശുവിനെ അവരെല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വാക്യമാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന ഹോസിയ പ്രവാചകൻ്റെ പ്രവചനത്തിലെ വാക്യങ്ങൾ ഈശോ ഇവിടെ ഉച്ചരിക്കുകയാണ്. കർത്താവ് കടാക്ഷിച്ച ഒരു പാപിയാണ് ഞാനെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ നൊയമ്പ് കാലഘട്ടത്തിൽ കർത്താവ് കടാക്ഷിച്ച ഒരു പാപിയാണ് ഞാൻ. എൻ്റെ ബലഹീനതകൾക്കപ്പുറമായിട്ട്, എൻ്റെ കുറവുകൾക്കപ്പുറമായിട്ട് ദൈവം കടാക്ഷിച്ച, ഈശോ കടാക്ഷിച്ച ഒരു പാപിയാണെന്ന ഒരു അനുതാപത്തോടുകൂടെ ഈ ഒരു നൊയമ്പ് കാലത്തിൽ ഞാനും സുഹൃത്തെ നീയും ആയിരിക്കുമ്പോൾ, നമ്മുടെയൊക്കെ നോട്ടങ്ങൾ സ്വർഗത്തിലേക്കാകുമ്പോൾ അവിടെ നിന്ന് തരുന്ന അവസരങ്ങളെ നമുക്ക് മുതലാക്കുവാനായിട്ട് സാധിക്കും. ആ ഒരു തിരിച്ചറിവിൽ ഇന്നിൻ്റെ ദിനത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.